എന്താ എല്ലാരും വിളിക്കാറ്? ശിവാരഞ്ജനി മുഴുവൻ വിളിക്കാറുണ്ടോ? ഇല്ല, എല്ലാവരും ശിവാന്ന് വിളിക്കുക. അപ്പൊ എന്റെ സ്കൂളിലടക്കം ശിവാന്ന് വരും. ഇവിടെ മിസ്റ്ററൊക്കെ ശിവാന്ന് വിളിക്കുക. ആണല്ലേ? വന്നിട്ട് കുറച്ചല്ലേ ഉണ്ട്, പക്ഷെ എന്നാലും മിസ്റ്ററൊക്കെ ശിവാന്ന്. അപ്പൊ ഇവിടെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ പെൻ നെയിം ഒക്കെയാണ് വിളിക്കുക? എന്താ ആൻഡ്രൂ സാറൊക്കെ അങ്ങനെ തന്നെ വിളിക്കുക. ആണോ? ശിവാന്ന് വിളിക്കുക. ശിവാന്ന് വിളിക്കുക. ഓക്കെ. എന്തുണ്ട് ശിവ, ഹാപ്പി ആണോ? ഞാൻ ശരിക്കും ഹാപ്പിയാണ് സാർ, ശരിക്കും ഹാപ്പിയാണ്. കാരണം എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ സ്റ്റഡി ഭയങ്കരമായിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒട്ടും ഡിസിപ്ലിൻ അല്ല, ഭയങ്കര കച്ചറ പിള്ളേരാണ്. കച്ചറ കുട്ടിയാണ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി ഞാൻ ഒതുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഒതുങ്ങി മീൻസ് നമുക്കൊരു ഫോക്കസ്, ഒരു ഗോള് വന്നപ്പോ നമ്മൾ അതിൻ്റെതായിട്ട് മാത്രം ഫോക്കസിൽ ഇതായി. ഞാന് വീട്ടിലിരിക്കാത്ത കുട്ടിയായി, വീട്ടിലിരിക്കില്ല, എന്നെ പുറത്തു പോകും അങ്ങനെ ഒരു മൈൻഡേ എനിക്കുള്ളൂ. ഇപ്പൊ അമ്മയുടെ കൂടെയും അച്ഛൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും കൂടുതലും പുറത്തു പോയൊക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എന്റെ ക്യാരക്ടറിൽ കംഫർട്ട് സോണിൽ ഇപ്പോഴും നമ്മൾ അലമ്പാ, പക്ഷെ എന്നാലും നമ്മൾ പബ്ലിക് ആയിട്ടുള്ള ഇന്ററാക്ഷനും പിന്നെ നമ്മുടെ കാര്യമായിട്ട് നമ്മൾ കളിക്കാത്ത കുറെ സംഭവങ്ങൾ, നമ്മുടെ കാര്യത്തിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ കുറെയൊക്കെ ഞാൻ പഠിച്ചു. ഇപ്പൊ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പോവാറില്ല. നീ എന്ത് പഠിപ്പാണ്, ശരി എന്തായാലും പഠിച്ച് മാർക്ക് കിട്ടാതിരിക്കട്ടെ, അപ്പോഴാണ് എന്റെ വായന വേറെ കേൾക്കണമെന്നൊക്കെ പറയും. അതല്ല, ഈ പഠിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കാണല്ലോ ഇഷ്ടപ്പെട്ട് പഠിക്കാണോ? ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കും. കഷ്ടപ്പെട്ട് പഠിച്ചു തന്നാൽ എനിക്ക് തലയ്ക്ക് കേറില്ല. അപ്പൊ ഞാന് ഒരു അതല്ല, ഫ്രണ്ട്സ് വിളിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാ? എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അയ്യോ എനിക്ക് പഠിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചോണോ? അല്ല എനിക്ക് പഠിക്കാനുണ്ട് അങ്ങനെയാണോ? എനിക്ക് പഠിക്കാനുണ്ടടി, എനിക്ക് നാളെ എക്സാം ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, ആയിക്കോട്ടെ സെറ്റ് പറഞ്ഞിട്ട് അവരങ്ങനെ വിടും. അല്ലാതെ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് പഠിക്കാറില്ല. ബുദ്ധിമുട്ട് തോന്നിയാൽ ഞാൻ എല്ലാ ബുക്കൊക്കെ അടച്ചു വെച്ച് കുറച്ചു നേരം നാച്ചുറല് ഭയങ്കര നോക്കിയിട്ട് പിള്ളേരോടെ റൗണ്ട്. ഞാൻ വീട്ടിൽ താമസിക്കുന്ന കലാമണ്ഡലത്തിലാണ്. അപ്പൊ കലാമണ്ഡലത്തിന്റെ അകത്ത് പറഞ്ഞാൽ ഭയങ്കര നടക്കാനും നമ്മളൊക്കെ നാച്ചുറായിട്ട് ഭയങ്കര ഇന്ററാക്റ്റീവ് ഭയങ്കര സ്ഥലമുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. അപ്പൊ വീണ്ടും പഠിക്കായിരിക്കും. അങ്ങനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ ധൈര്യത്തിലൊരു കുട്ടി ഇഷ്ടപ്പെട്ട് പഠിക്കുന്നത് വളരെ സന്തോഷം. അപ്പൊ മോള് റിപ്പീറ്റർ ആണ് അല്ലെ, ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. നമുക്ക് തുടങ്ങാം ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടാണ്, പിന്നെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, അതിന് മുമ്പ് DTS ഉണ്ട്, പിന്നെ മോക്ക് ടെസ്റ്റ്, ലാൻഡ് ടെസ്റ്റ് ഉണ്ട്, GABs ഉണ്ട്. നമുക്ക് ഓരോന്ന് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എന്താക്കാം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താക്കാം ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യത്തിലേക്ക് എത്താം. അപ്പൊ എന്താണ് ധൈര്യത്തിന് ഓൺലൈൻ ക്ലാസ്? നമുക്കറിയാം ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഓൺലൈൻ ഒരു ദിവസം ഓഫ്ലൈൻ ആണല്ലോ. അപ്പൊ ഓൺലൈൻ അതിനെ കുറിച്ച് പറഞ്ഞോളൂ. ഓൺലൈൻ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +1 +2 ഒട്ട് പഠിക്കാതെ വന്നവരായിരിക്കും നമ്മൾ എൻട്രൻസ് റിപ്പീറ്റ്. കുറേ പേരൊക്കെ അങ്ങനെയായിരിക്കും, കുറേ പേരൊക്കെ നല്ല പഠിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ പഠിക്കാതെ വന്ന പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചിട്ടാണ് നോക്കിയാൽ. ഓൺലൈനൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക എഫക്റ്റീവ് ആണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റൊക്കെ ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഓൺലൈൻ ക്ലാസ്സും പഠിക്കണം, പിറ്റേ ദിവസം DTSനും പഠിക്കണം. അപ്പൊ എല്ലാം കൂടി ഒന്ന് ഫസ്റ്റ് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ വെണ്ടേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഓൺലൈൻ ക്ലാസ്സിന്റെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയണത് എന്തിനു വേണ്ടി പഠിക്കണേ, അറിയണത് പഠിക്കണ്ടല്ലോ. അപ്പൊ അറിയണത് നിങ്ങൾ ജസ്റ്റ് ഇത് വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിന്റെ ഓൺലൈൻ ക്ലാസ് കാണാം. ക്വസ്റ്റ്യൻസ് ചെയ്യണത് ഓൺലൈൻ ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ കാണുക. അങ്ങനെയൊക്കെയാണ് പറയാം. ഓൺലൈൻ ക്ലാസ് ഭയങ്കര ഞങ്ങൾ ഡേ സ്കോളേഴ്സിന് പറയാം ഇത്ര ലോങ് ഒക്കെ പോയി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പൊ ഹൈബ്രിഡ് ഒരു ദിവസം ഓൺലൈൻ ഒരു ദിവസം ഓഫ്ലൈന്, ഒരു ദിവസം ഓൺലൈനിൽ പോയി വീട്ടിൽ പോയിരുന്ന് കുറച്ചു നേരം കൂളായിരുന്നിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ഇല്ലെങ്കിൽ ചില പിറ്റേഴ്സ് വീണ്ടും വരണം ഡെയിലി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത് നമ്മൾ DTSനെ കുറിച്ച് എന്താ? DTS പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നും എനിക്ക് ഒട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. DTS ഡെയിലി ടെസ്റ്റ് സീരീസ് എനിക്ക് ഫസ്റ്റ് ഒന്നും ഒട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ട്രിക്ക് എനിക്ക് മനസ്സിലായി. എന്താ, നമ്മൾ അറിയണത് പഠിക്കണ്ട, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പഠിക്കുക, ക്വസ്റ്റ്യൻസിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് പറ്റണ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാൽക്കുലേഷൻസ് ഒക്കെ നമ്മുടെ രീതിയിൽ ചെയ്യണം. ഫസ്റ്റ് ഒന്നും ഈ കാൽക്കുലേഷൻ നമ്മുടെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കാൽക്കുലേഷൻസും കൂടി നമുക്ക് ഓക്കെ ആയപ്പോൾ അതിൽ അത് കിട്ടാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് അതാണ് എനിക്ക് കിട്ടാതെ കുറേ നമ്പേഴ്സ് സോൾവ് ചെയ്യണത് അതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് DTSൽ വന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, കാൽക്കുലേഷൻ ഭയങ്കര ടഫാക്കാൻ തുടങ്ങി എൻ്റെ മൈൻഡിൽ. അപ്പം അതും കൂടി വന്നപ്പോൾ എനിക്ക് DTSൽ
നല്ല മാർക്ക് മേടിക്കുക. DTSൽ മാർക്ക് മേടിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ടോപ്പേഴ്സിന് DTSൽ ഇങ്ങനെ ചോക്ലേറ്റ്സും സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുമല്ലോ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് നൈസ് സംഭവമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് 2 DTSൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കിട്ടിയില്ല. അപ്പോൾ സന്തോഷമായി. അപ്പൊ അമ്മ അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടി. കാരണം അവരൊന്നും ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. നിനക്ക് തന്നെയാണോ ഈ പേര് മാറിപ്പോയോ അപ്പൊ ഭയങ്കര സന്തോഷം. അപ്പോഴാണ് അവർക്ക് വിശ്വാസം വന്നേ. എന്നാലും പിന്നെ ഓണത്തിന്റെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോ വീണ്ടും ഉഴപ്പി ഞാൻ. അപ്പൊ പിന്നെ DTS മൊത്തത്തിൽ പറഞ്ഞാൽ നൈസാണ്. നമ്മള് DTS പഠിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് എഫക്ട് നല്ലതായിട്ട് തോന്നുന്നത് ചാപ്റ്റർ വൈസ് പഠിക്കുന്നതാ. ചാപ്റ്റർ വൈസ് ഇപ്പോ DTS ഉണ്ട്, ചാപ്റ്റർ വൈസും ഉണ്ട്. രണ്ടിനും കൂടി നമ്മൾ പഠിക്കണമല്ലോ നമ്മൾ പേടിക്കണ്ട. DTSന്റെ ഓൺലൈൻ ക്ലാസ് കണ്ടാൽ പോലും നമുക്ക് DTSന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ചാപ്റ്റർ വൈസ് പറഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്റർ ഫുള്ളായി പഠിക്കണം. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ചാപ്റ്റർ വൈസും മോക്ക് എക്സാമിനേഷൻസ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം മോക്ക് എക്സാം അല്ലേ? മോക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറാണ്. മോക്ക് എക്സാമിൽ ഫസ്റ്റ് ഒന്നും എനിക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഒന്നും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇമ്മാര് വൃത്തിയുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു ബ്രദർക്ക് അങ്ങനെയൊക്കെയായിരുന്നു വരുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇപ്പൊ മോക്ക് എക്സാമിനേഷൻ കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻസ് തന്നെ ഞങ്ങൾക്ക് സാറ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ തന്നെ ഇടുമല്ലോ മോക്ക് എക്സാമിനേഷന്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, എങ്ങനെ ചെയ്താൽ കിട്ടും, അയ്യോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ കിട്ടും. പിന്നെ രണ്ട് മോക്ക് എക്സാമിനേഷൻ എഴുതിയപ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കുക എന്നാണ് നമ്മൾ ആസ്പിറൻസിന് കൂടുതൽ നല്ല. മോക്ക് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മനസ്സിലേക്ക് ആദ്യം വരുന്ന GIB ആണ് അല്ലേ? എന്താണ് GIB നെ കുറിച്ച്? GIB ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ഞാൻ ആദ്യമായിട്ട് GIB കേൾക്കുന്നത് ഇവിടെ വന്നിട്ടാ. ഇങ്ങനൊരു എക്സാം പിന്നെ മനസ്സിലായോ, അത് സൈലം കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. പുറത്തെ പിള്ളേർക്കും ഇവിടത്തെ കുട്ടികൾക്കും ഭയങ്കര നല്ല ഒരു എക്സാം ആണ്. നമ്മള് JEE ലെവൽ തന്നെ ആയിട്ടാണ് ചോദിക്കുക. ഇപ്പോ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണല്ലോ നമുക്ക് JEE വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടും നമുക്ക് അതുപോലെ തന്നെയാണ് നമുക്ക് GIB എടുക്കുന്നത്. അപ്പോൾ GIBയുടെ മാർക്കൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഫസ്റ്റ് ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നു, ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പിന്നെ നമുക്ക് വേറെ അതാണ് പോസിറ്റീവ് അല്ലേ? അതാണ് നമ്മൾ ഏത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളൊരു പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യും അല്ലേ? അഥവാ അതേ ക്വസ്റ്റ്യൻ മെയിൻ എക്സാമിന് വന്നിട്ട് കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഇപ്പോഴേ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, സെറ്റ് ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാന്നാണ്. അങ്ങനെ ആയിരുന്നു എനിക്ക്. GIB കിട്ടണില്ല ഫസ്റ്റ് സങ്കടമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി സങ്കടപ്പെടുന്നേക്കാളും നല്ലത് ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിലായിട്ട് ഒന്നുകൂടി പഠിക്കുക. പിന്നെ നമ്മൾ തെറ്റിക്കില്ല. ഞാൻ പഠിച്ചില്ലെങ്കിലും പഠിക്കാതെ പോലെ ഞാൻ GIBക്ക് പോകും. കാരണം ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാമല്ലോ. തീർച്ചയായിട്ടും ചിലപ്പോ GIBയുടെ ചില അതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് JEEൽ വരിക. കാരണം പ്രീവിയസ് ഇയറില് JEEലുള്ള ക്വസ്റ്റ്യൻസിലെ ചിലതൊക്കെ GIBയില് അതേ മോഡല് വന്നത് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാവുമ്പോ നല്ല രീതിയിൽ ഇതാവുണ്ട്. എനിക്ക് മാർക്കൊക്കെ GIBയിൽ കുറവാണെങ്കിൽ പോലും പക്ഷെ എനിക്ക് ഞാൻ ആ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ നോക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മാത്സ് ആണോ? അപൂർവം ചില എക്സ്പീരിയൻസ് അങ്ങനെ പറയാറുള്ളൂ. എനിക്ക് മാത്സ് ആണ് ഏറ്റവും ഇഷ്ടം. കാരണം അതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സ്റ്റെപ്പ് ഉണ്ടാവും. അടുത്തത് എന്ത് വരും, ചില ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം. അയ്യോ എന്നെ കൊണ്ടത് പറ്റുമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറുപ്പം മുതലേ മാത്സ് ആണ് ഏറ്റവും കൺഫ്യൂഷൻസ് വരുന്നതും മാത്സ് ആണ്. പക്ഷെ എനിക്ക് ഇഷ്ടവും കാരണം വാശി കൂടിയിട്ട് ഇഷ്ടമായതാ മാത്സ്. ഭയങ്കര വാശിയായിരുന്നു. എല്ലാവരും അമ്മയൊക്കെ ആയിരുന്നു എനിക്ക് മാത്സിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും സംഭവം മാത്സ് വലിയ ഇതില്ലെങ്കിൽ പക്ഷെ അമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നെ മാത്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ മാത്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചോദിക്കും ഇങ്ങനെ അബാക്കസിന് പോകണോ ട്യൂഷന് പോകണോ. പക്ഷെ ഞാൻ +2 വരെ ഞാൻ ട്യൂഷന് പോയിട്ടില്ല, ഒരു ട്യൂഷനും പോയിട്ടില്ല. ഞാൻ +2 സൈലത്തിന്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലെ പ്രീവിയസ് ഇയർ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ +2 തന്നെ എഴുതിയത്. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഒരു ട്യൂഷൻ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എന്ന രീതിയിൽ പുറത്തൊരു കോച്ചിങ്ങിന് ഞാൻ വരണത്. ഇതുവരെ ഞാൻ ട്യൂഷന് പോയില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ മാത്സില് ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുക, ഭയങ്കര ക്യൂരിയോസിറ്റി വരും മാത്സിൽ. മാത്സ് ഫിസിക്സ് അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് ഇഷ്ടം. DPP എന്ന് പറഞ്ഞ ഒന്നും പറയാനില്ല. നൈസ് DPP. നമുക്ക് ചില ബുക്സ് ഒക്കെ കാണുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവും, കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വരും, ഇതൊക്കെ നമ്മൾ പഠിക്കണമല്ലോ എന്നൊരു സങ്കടം. പക്ഷെ സൈലത്തിന്റെ DPP പറഞ്ഞ
നമുക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിലുണ്ടാവും. തിയറി നമുക്ക് ഏറ്റവും കൂടുതൽ തിയറി വേണ്ട, കൺസെപ്റ്റ് വേണം, പക്ഷെ തിയറി അധികം വേണ്ട. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ അതിലുണ്ടാവും, നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ജെയ്ക്ക് വേണ്ടത് നല്ല ടൈം മാനേജ് ചെയ്യാൻ പറ്റണമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇക്വേഷൻസും എല്ലാം DPP ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടമായി DPP. പിന്നെ NCERT ആണെങ്കിൽ മെയിൻ പോയിന്റ്സ് ഒക്കെ DPP ഉണ്ടാവും. NCERT ആണല്ലോ കൂടുതൽ. DPP ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ, സെൽഫ് സഫിഷ്യന്റ് ആണോ, അത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ടോ, പിന്നെ എങ്ങനെയൊക്കെയാ അതിന്റെ കാര്യങ്ങള്? ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ് ഞാൻ ചെയ്തിരുന്നത്. ഫസ്റ്റ് ഒന്നും ഏതാ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പോലെ എനിക്കറിയില്ല. പിന്നെയൊക്കെ നമ്മൾക്കിപ്പോൾ സാറോട് ചോദിച്ചാലും ഇവിടുത്തെ വെൻഡേഴ്സ് അല്ല ടീച്ചേഴ്സിനോട് ചോദിച്ചാലും നമുക്കെല്ലാം അവർ പറഞ്ഞു തരും. അങ്ങനെ നമ്മളിപ്പോ DPP പറഞ്ഞു, DTS പറഞ്ഞു, GIV പറഞ്ഞു, അല്ലെ ഒരു കാര്യം കൂടി ബാക്കിയുണ്ടല്ലോ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ. ഓഫ്ലൈൻ ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. കാരണം ഓൺലൈൻ ക്ലാസ് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊന്ന് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ. ഇപ്പൊ സാറ് ഇപ്പൊ ഓൺലൈനിൽ കറക്റ്റ് ആയിട്ട് എന്താ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് സാർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. ചോദിക്കാനും പറ്റില്ല. പിന്നെ അപ്പോ ഏറ്റവും നല്ലത് ഓൺലൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓൺലൈനിൽ ഇപ്പോൾ മാത്സ് ഫാക്കൽറ്റി ആയാലും കെമിസ്ട്രി, ഫിസിക്സ്. കെമിസ്ട്രി ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, ഒന്നും എനിക്കറിയില്ല. അപ്പോൾ കെമിസ്ട്രിക്ക് ഞാൻ കൂടുതൽ ചോദിക്കണ്ടായിരുന്നെ. പിന്നെ മാത്സ് ആണ് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ മാത്സ് ഞാൻ സാർമാരോട് ചോദിച്ചിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഓൺലൈൻ ക്ലാസ് ആണ് ഏറ്റവും ഓഫ്ലൈൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിയത്. കാരണം ഓഫ്ലൈനിൽ നമ്മൾ എണീറ്റ് നിന്ന് ചോദിക്കുമ്പോൾ പിള്ളേരൊക്കെ എന്റെ മുഖത്തേക്ക് നോക്കും. അപ്പൊ എങ്ങനെ ഡൗട്ടൊക്കെ വരണമെന്നൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയാം, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ചിലപ്പോ പിന്നെ അങ്ങനെ പൊട്ട ഡൗട്ടൊക്കെ ചോദിക്കുന്ന ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പേടിയുണ്ടായിരുന്നു ഇവിടെ? ആദ്യം പേടിയുണ്ടായിരുന്നു, പിന്നെ ഭയങ്കര ഫ്രീ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്റെ ചെറിയ ഡൗട്ട് പോലും എനിക്ക് അവര് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അവർക്ക് അതൊന്നും മോശമായിട്ട് തോന്നില്ല. അപ്പൊ ചെറിയ ഡൗട്ട് അവര് ക്ലിയർ ചെയ്ത് എനിക്ക് ഞാൻ ഭയങ്കര എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ചെറുത് എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു, എന്തുകൊണ്ട് അത് അങ്ങനെ വന്നില്ല, അങ്ങനെയൊക്കെ മനസ്സിലാവണല്ലോ. കാരണം ചിലതില് നമുക്ക് അതൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ ഫിസിക്സ് ഒക്കെ പറഞ്ഞ അപ്ലിക്കേഷൻ ലെവല് കുറെ വിപിൻ സാറ് പറഞ്ഞു. വിപിൻ സാറും സുഷും സാറും പിന്നെ പ്രമോദ് സാറ് എല്ലാവരും നൈസാണ്. ഇവരൊക്കെ കൂടുതൽ ഈ നാച്ചുറലി ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് കൂടുതൽ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് അതും ഇതും കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഡീമോട്ടിവേറ്റ് ആവുമല്ലോ, ഇവിടെ നമ്മൾ പഠിച്ചോണ്ട് ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയം. ഞാൻ റിപ്പീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ ഡീമോട്ടിവേറ്റ് അപ്പൊ എങ്ങനെയായിരുന്നു അതിനെ ഓവർകം ചെയ്ത്? ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ അമ്മോട് സംസാരിക്കും. ഫസ്റ്റ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് അപ്പൊ അമ്മ പറയും മെന്റേഴ്സിനോട് സംസാരിക്കും. കാരണം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ പിള്ളേരെ കണ്ടിട്ടും മനസ്സിലാവണത് അവരുടെ പ്രശ്നം എന്താന്ന്. അപ്പൊ മെന്റേഴ്സിനോട് സംസാരിക്കും. മെന്റേഴ്സ് പറയും ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നത്. അപ്പൊ അതിൻ്റെതായ സാറോട് സംസാരിക്കും. അപ്പൊ സാറുമാരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ സാറ് നൈസായിട്ട് പറഞ്ഞു എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് തരെ എടാ നിങ്ങളെ കൊണ്ട് പറ്റുവാടാ, നിങ്ങളെ കൊണ്ട് പറ്റും ഇപ്പൊ എന്നിട്ട് സൈലത്തിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഓരോരുത്തരുടെയും ഒരു ഗ്രാഫ് പറഞ്ഞു തരുമ്പോ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെ വന്നവരാണ്, എങ്ങനെ പോയവരാണ്. അപ്പൊ മനസ്സിലാവുമ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റ് ആവും. പിന്നെ ഇപ്പൊ ഈ മോട്ടിവേഷനേക്കാളും നല്ലത് നമുക്കൊരു റുട്ടീന്, നമ്മുടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മോട്ടിവേഷൻ പറഞ്ഞ അപ്പത്തെ ആ ഒരു ഇതിൽ നിൽക്കും, ചിലവർക്ക് അപ്പൊ അത് പോവും. പക്ഷെ ഏറ്റവും കൂടുതൽ നല്ലത് സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് നിൽക്കുക എന്നായിരിക്കും ഏറ്റവും. സെൽഫ് നമ്മൾ ആദ്യം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാന്നായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ദിനേശ് സാർ ഇടയ്ക്ക് 1-2 വാക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു എക്സാം വരുമ്പോ ഭയങ്കര ടെൻഷൻ. അയ്യോ ഇത്രയും ചാപ്റ്റർ എങ്ങനെ പഠിക്കുക. സാർ അത് കറക്റ്റ് ആയിട്ട് GIB വരുന്നതിന് മുമ്പ് 2 പാർട്ടായി തിരിച്ചിട്ട് മോക്ക് എക്സാമിനേഷൻ തരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് കുറച്ച് പഠിക്കാം, പിന്നെ കുറച്ച് പഠിക്കാം. നമുക്ക് പറ്റുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാം. എല്ലാം കൂടി പഠിക്കണത് പറ്റുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദിനേശ് സാർ വന്ന് 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. യെസ്, അപ്പൊ നമുക്ക് നിർത്താം. ലാസ്റ്റ് ഓവറോൾ നമ്മുടെ ഹൈബ്രിഡ്, അതേപോലെ തന്നെ തൃശ്ശൂർ ഹൈബ്രിഡ് അല്ലെ, അതിനെ കുറിച്ച് ഒന്ന് പിന്നെ ജസ്റ്റ് ഒരു സന്ദേശം കൂടി കൊടുത്തിട്ട് നമുക്ക് നിർത്താം. ഞാനിപ്പോ എല്ലാവരെയും ഞാനിപ്പോ എന്നോട് ആരെങ്കിലും ചോദിക്കണേ ഞാൻ എന്തായാലും ഹൈബ്രിഡ് സജസ്റ്റ് ചെയ്യും. കാരണം ഒരു ദിവസം പഠിച്ചതിന് പിറ്റേ ദിവസം ഒന്നുകൂടി നമുക്ക് പഠിക്കുമ്പോൾ അത് ഒന്നുകൂടി നമുക്ക് തലയിൽ കയറുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവും.
ഇപ്പൊ എന്തൊക്കെ ഡൗട്ട് വന്നാലും നമുക്കത് ഓൺലൈൻ ക്ലാസ് ആയാലും ഓഫ്ലൈൻ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാലും എന്നോട് ചോദിക്കുമ്പോൾ പോലും ഞാൻ പറയണത് 1 വർഷം നിങ്ങൾ ഫ്രീ ആയിട്ട് എടുക്കും. 1 വർഷം ഫ്രീ ആയിട്ട് എടുത്ത് വന്നാലേ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ചിലവർ റിപ്പീറ്റ് ചെയ്യണവർ പോലും പാഷനേറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യണവർ കുറേ പേരുണ്ട്. ചിലവർ എന്ത് ചെയ്യണം എന്നറിയാതെ റിപ്പീറ്റ് ചെയ്യണവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ 1 വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സൈലത്തിൽ തന്നെ കുറേ ക്ലാസ്സുകൾ നമുക്ക് തരുന്നുണ്ട്. കുറേ സാറുമാർ വന്നിട്ട് മെയിൻ ഓഫീസിൽ നിന്ന് സാറുമാരൊക്കെ വന്നിട്ട് നല്ല ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്. അപ്പൊ അവർ ഓരോന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ അവർ പറയണത് ഇതെന്നെ ഫോക്കസ് ചെയ്യും പറയില്ല. എടാ നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ട് എങ്ങനെ നിങ്ങൾ പഠിക്കുക, അതാണ് അവർ പറയണത്. അപ്പൊ എന്തുകൊണ്ടും സൈലത്തിൽ വന്ന ഒരു 1 ഇയർ റിപ്പീറ്റ് ചെയ്യണത് കൊണ്ട് നിങ്ങൾ റിഗ്രറ്റ് അടിക്കില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കും. അപ്പൊ എന്തായാലും റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ. റിപ്പീറ്റ് ചെയ്യാതെ പിന്നെ ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് തന്നെ ഉണ്ടല്ലോ സൈലത്തിന്റെ, അതിലൊക്കെ പോവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ശിവ ഹാപ്പിയാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും വലിയ റിസൾട്ട് ഒക്കെ വന്ന് നല്ല NIT-യിലൊക്കെ IIT-യിലൊക്കെ കിട്ടിയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കിട്ടും. യെസ്, ഓഫ് കോഴ്സ് നമ്മൾ ഏറ്റവും ടോപ്പിൽ തന്നെ എയിം ചെയ്യും. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. എന്താ പറയുക? ഓക്കെ, താങ്ക് യു.